മലയോര ഹൈവേ സംസ്ഥാന വികസനത്തെ ത്വരിതപ്പെടുത്തുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. വികസന രംഗത്തെ കേരളത്തിന്റെ ചിത്രം മാറുകയാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കോഴിക്കോട് കൂടരഞ്ഞിയിൽ മലയോര ഹൈവേയുടെ ആദ്യ റീച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കോഴിക്കോട് ജില്ലയിൽ നിർമ്മാണം പൂർത്തിയായ 34 കിലോമീറ്റർ ദൈർഘ്യമുള്ള കോടഞ്ചേരി കക്കാടംപൊയിൽ റീച്ചിന്റെ ഉദ്ഘാടനമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചത്. കൂടരഞ്ഞി സെന്റ് സെബാസ്റ്റ്യൻ ഹയർ സെക്കൻഡറി സ്കൂൾ മൈതാനത്ത് മലയോര കുടിയേറ്റ ജനതയെ സാക്ഷി നിർത്തിയായിരുന്നു സംസ്ഥാന സർക്കാരിന്റെ ബൃഹത് പദ്ധതികളിൽ ഒന്നിന്റെ ഉദ്ഘാടനം. ദേശീയപാത, മലയോര തീരദേശ ഹൈവേകൾ, ജലപാത എന്നിവ കേരളത്തിന്റെ ചിത്രം മാറ്റുകയാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ഇതൊക്കെയാണ് നിക്ഷേപ സൗഹൃദമാക്കി കേരളത്തെ ഒന്നാം നമ്പറാക്കിയത്. എന്നാൽ ഉത്തരവാദിത്തപ്പെട്ട ചിലർ കേരളം നിക്ഷേപ സൗഹൃദമല്ലെന്ന് പറയുന്നതിന്റെ വികാരം എന്താണെന്ന് മുഖ്യമന്ത്രി ചോദിച്ചു. ഉത്തരവാദപ്പെട്ട ചിലര് പരസ്യമായി പറയാറുണ്ട്, കേരളം നിക്ഷേപ സൗഹൃദ സംസ്ഥാനമൊന്നുമല്ല, ആ സ്ഥാനത്തിനൊന്നും അർഹതയില്ല എന്ന്. എന്താണ് അതിൻ്റെ പിന്നിലെ വികാരമെന്നാണ് നാം ചിന്തിക്കേണ്ടത്. ഇന്ത്യ രാജ്യത്ത് അതിവിശദമായ പരിശോധനയ്ക്ക് ശേഷമാണ് നമ്മുടെ സംസ്ഥാനത്തെ നിക്ഷേപ സൗഹൃദ കാര്യത്തിൽ നമ്പർ 1 എന്ന സ്ഥാനം അംഗീകരിച്ചത്. 221 കോടി ചെലവിട്ടാണ് കിഫ്ബി ധനസഹായത്തോടെ റോഡ് നിർമ്മാണം പൂർത്തിയാക്കിയത്. പൂർണ്ണമായും ജനങ്ങൾ സൗജന്യമായി വിട്ടുനൽകിയ പ്രദേശത്തു കൂടിയാണ് ഹൈവേ കടന്നു പോകുന്നത്. ഇതിന്റെ തുടർച്ചയായ മലപ്പുറം കോടഞ്ചേരി റീച്ചിന്റെ പ്രവൃത്തി ഉദ്ഘാടനവും മുഖ്യമന്ത്രി നിർവഹിച്ചു. സൗജന്യമായി ഭൂമി വിട്ടുനൽകിയ ജനങ്ങളാണ് വികസനത്തിന്റെ കരുത്തെന്ന് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ച മന്ത്രി PA മുഹമ്മദ് റിയാസ് പറഞ്ഞു. ലിൻഡോ ജോസഫ് MLA, മുൻ MLA ജോർജ് എം തോമസ്, തദ്ദേശഭരണ സാരഥികൾ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. കൈരളി ന്യൂസ്, കോഴിക്കോട്. കേരളം നിക്ഷേപ സൗഹൃദമല്ലെന്ന പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ വിമർശനത്തിനെതിരെ മുഖ്യമന്ത്രി. ഉത്തരവാദിത്തപ്പെട്ട ചിലർ പറയുന്നത് കേരളം നിക്ഷേപ സൗഹൃദമല്ലെന്നാണ്. അതിന്റെ വികാരം എന്താണെന്ന് മുഖ്യമന്ത്രി ചോദിച്ചു. എന്തിന് കേരളത്തെ ഇകഴ്ത്തുന്ന നില സ്വീകരിക്കുന്നുവെന്നും നിക്ഷേപ സൗഹൃദം എന്നതിൽ സന്തോഷിക്കുകയല്ലേ വേണ്ടതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഉത്തരവാദപ്പെട്ട ചിലര് ഇന്ന് നമ്മളെല്ലാവരും ഈ വാർത്തകൾ കണ്ടുകൊണ്ടിരിക്കുന്നവരാണല്ലോ, അതാണല്ലോ കേരളത്തിൻ്റെ ഒരു പ്രത്യേകത. ഉത്തരവാദപ്പെട്ട ചിലര് പരസ്യമായി പറയുകയാണല്ലോ, കേരളം നിക്ഷേപ സൗഹൃദ സംസ്ഥാനമൊന്നുമല്ല, ആ സ്ഥാനത്തിനൊന്നും അർഹതയില്ല എന്ന്. എന്താണ് അതിൻ്റെ പിന്നിലെ വികാരമെന്നാണ് നാം ചിന്തിക്കേണ്ടത്. ഇന്ത്യ രാജ്യത്ത് അതിവിശദമായ പരിശോധനയ്ക്ക് ശേഷമാണ് നമ്മുടെ സംസ്ഥാനത്തെ നിക്ഷേപ സൗഹൃദ കാര്യത്തിൽ നമ്പർ 1 എന്ന സ്ഥാനം അംഗീകരിച്ചത്. അത് ശുപാർശ കൊണ്ട് കിട്ടിയതാ, ഏതെങ്കിലും തരത്തിലുള്ള പക്ഷപാതിത്വം കൊണ്ട് കിട്ടിയതാ, അംഗീകരിക്കാൻ കഴിയാത്ത നിലയിലേക്ക് നമ്മുടെ യോഗ്യത വളർന്നു, അതിൻ്റെ ഭാഗമായിട്ടാണ് കിട്ടിയത്. 2016 മുതൽ നാം നടത്തിയ തുടർച്ചയായ പ്രവർത്തനമുണ്ട്. അതിൻ്റെ ഭാഗമായി 10 നിയമങ്ങളാണ് ഭേദഗതി ചെയ്തത്, ഒരുപാട് ചട്ടങ്ങൾ ഭേദഗതി ചെയ്തു. അതിലൂടെ നിക്ഷേപ സൗഹൃദ സംസ്ഥാനം എന്ന നിലയിലേക്ക് നമ്മൾ എത്തുകയായിരുന്നു. വിവിധ വകുപ്പുകൾ ഏകോപിതമായി പ്രവർത്തിച്ചു. വലിയ മാറ്റം, അതിൻ്റെ ചരിത്രത്തിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. അങ്ങനെയാണ് ഈ പറയുന്ന അംഗീകാരം നമുക്ക് കിട്ടിയത്. അതിൽ സന്തോഷിക്കുകയല്ലേ വേണ്ടത്. യഥാർത്ഥത്തിൽ നമ്മുടെ നാടല്ലേ മാനിക്കപ്പെടുന്നത്, നമ്മുടെ കേരളമല്ലേ അതിൻ്റെ ഭാഗമായി മേന്മയിലേക്ക് എത്തുന്നത്. എന്തിനാണ് കേരളത്തെ ഇകഴ്ത്തുന്ന നില സ്വീകരിക്കുന്നത്? ഇത് LDFന്റെ നേട്ടമായി മാത്രം എല്ലാവരും കാണുന്നത്, നാടിൻ്റെ നേട്ടമല്ലേ. LDFനോട് വിരോധമുള്ളവരുണ്ടാകാം, പക്ഷെ നാടിനോടുള്ള വിരോധമായി മാറാൻ പാടുണ്ടോ? വയനാട് പുനരധിവാസത്തിന് കേന്ദ്ര സർക്കാരിൽ നിന്നുള്ള വായ്പയല്ല ആവശ്യമെന്ന് മുഖ്യമന്ത്രി. കേരളത്തിന് അർഹമായ ധനസഹായം ഗ്രാന്റായി നൽകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. കേന്ദ്ര സർക്കാർ നിലപാട് മനുഷ്യത്വരഹിതമെന്ന് റവന്യൂ മന്ത്രി K. രാജൻ പറഞ്ഞു. അതേസമയം കേരളത്തിന് കേന്ദ്രം നൽകുന്നത് ഗ്രാന്റിന് സമാനമായ വായ്പയെന്നായിരുന്നു BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രന്റെ ന്യായീകരണം. വയനാട് ദുരന്തത്തിൽ വായ്പ അനുവദിച്ച കേന്ദ്ര സർക്കാരിനെ വിമർശിച്ച മുഖ്യമന്ത്രി ദുരന്തത്തിന് സഹായമല്ലേ നൽകേണ്ടതെന്നും വായ്പയാണോ എന്നും ചോദിച്ചു. സഹായിക്കുന്ന നില കേന്ദ്രം സ്വീകരിക്കേണ്ടതുണ്ടെന്നും വായ്പ എങ്ങനെ വിനിയോഗിക്കുമെന്ന് സർക്കാർ തീരുമാനിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ദുരന്തത്തിൽ സഹായമല്ലേ നൽകേണ്ടത്,
തിരിച്ചടക്കാനുള്ള വായ്പയാണോ കൊടുക്കേണ്ടത്? വായ്പ വേറൊരു ഭാഗമില്ലേ? അത് സഹായത്തിന് പകരമാവില്ലല്ലോ. സഹായിക്കേണ്ടത് കേന്ദ്ര ഗവൺമെന്റിന്റെ ബാധ്യതയല്ലേ? ആ ബാധ്യത ഇനിയും നിറവേറ്റേണ്ടതായിട്ടുണ്ട്. വായ്പയുടെ ഭാഗമായി അത് എങ്ങനെ ഉപയോഗിക്കണമെന്നുള്ളത് സംസ്ഥാന ഗവൺമെന്റ് ആലോചിക്കും. കേന്ദ്ര സഹായം വായ്പയായി നൽകിയത് ശരിയായ രീതിയല്ലെന്ന് സ്പീക്കർ എൻ ഷംസീർ പറഞ്ഞു. യഥാർത്ഥത്തിൽ ലോകം കണ്ട മഹാദുരന്തമാണ് വയനാട്ടിലുണ്ടായത്. ആരും ചോദിക്കാതെ തന്നെ തരേണ്ടതായിരുന്നു സഹായം. നിർഭാഗ്യവശാൽ കുറെ കാലം വൈകിപ്പിച്ചു. ഇപ്പൊ അത് ഈ 45 ദിവസത്തിനുള്ളിൽ തീർക്കണമെന്ന് പറഞ്ഞു കൊടുത്തതാണ്. യഥാർത്ഥത്തിൽ ഒരു ശരിയായ രീതിയല്ല. കേരളത്തെ, പ്രത്യേകിച്ച് വയനാട്ടിലെ ജനങ്ങളെ നല്ലതുപോലെ അവർക്ക് പിന്തുണയും ആത്മവിശ്വാസവും നൽകേണ്ട ഘട്ടത്തിൽ ഒരു ഫെഡറൽ സിസ്റ്റത്തിനകത്ത് കേന്ദ്ര ഗവൺമെന്റ് പ്രത്യേകിച്ച് വയനാടിനെ സഹായിക്കേണ്ടതായിരുന്നു. കേന്ദ്ര സർക്കാർ നിലപാടിനെതിരെ ശക്തമായ വിമർശനവുമായി മന്ത്രി കെ രാജൻ രംഗത്ത് വന്നു. ഇത് കേരളത്തിനോടുള്ള കടുത്ത നീതി നിഷേധത്തിന്റെ ക്രൂരമായിട്ടുള്ള ഒരു താല്പര്യമാണ്. എന്നാൽ ഇന്ന് അനുവദിച്ചു എന്ന് പറയുന്നത് ഒരു ലോണാണ്. ലോണെന്ന് പറഞ്ഞാൽ ഉപാധികളോട് കൂടിയുള്ള ലോണാണ്. ആരോ രാവിലെ പറയുന്നത് കേട്ട് ഉപാധിരഹിതമായിട്ടുള്ള ലോണാണ്. അല്ല, കൃത്യമായ ഉപാധികളോടുകൂടി തന്നെ ലോൺ നൽകിയിരിക്കുകയാണ്. കേന്ദ്രം കേരളത്തെ അവഗണിക്കുകയാണെന്ന് വി ഡി സതീശൻ ആരോപിച്ചു. ഇതെന്താ കേന്ദ്ര ഗവൺമെന്റിന്റെ ഔദാര്യമല്ലല്ലോ നമുക്ക് വേണ്ടത്. അവിടെ ഉണ്ടായതൊരു തീവ്ര ദുരന്തമാണ് വയനാട്ടിൽ ഉണ്ടായത് എന്ന് അവർ അംഗീകരിച്ചു. അപ്പൊ കേരളത്തെ അപമാനിക്കുന്നതിന് തുല്യമാണ്. സർക്കാരുമായി യോജിച്ച സമരത്തിന് തയ്യാറാണെന്ന് KPCC പ്രസിഡന്റ് കെ സുധാകരൻ പറഞ്ഞു. ഉറപ്പായിട്ട് ആവശ്യത്തിന് ഞങ്ങൾ പോകും. ആരോടും നമുക്ക് നമ്മുടെ നാട്ടിൽ ജനങ്ങളോടാണ്. പാവപ്പെട്ട ജനങ്ങളാ, കർഷകരാ, അവരുള്ള വീടും ഉള്ളതെല്ലാം എല്ലാ സമ്പാദ്യവും നഷ്ടപ്പെട്ടവരാ. അവരെ സഹായിക്കുന്നില്ലെങ്കിൽ പിന്നെ എന്ത് രാഷ്ട്രീയം? അതേസമയം കേന്ദ്ര വായ്പ ഗ്രാന്റിന് സമാനമാണെന്ന വിചിത്ര ന്യായീകരണവുമായി കെ സുരേന്ദ്രൻ രംഗത്ത് വന്നു. ഇവിടെ 550 കോടി രൂപ ഫലപ്രദമായി ചെലവഴിക്കാനുള്ള സത്വര നടപടിയാണ് സർക്കാർ സ്വീകരിക്കേണ്ടത്. രാഷ്ട്രീയ പ്രചരണം നടത്തുകയല്ല. കിട്ടിയ സഹായം ഫലപ്രദമായി ഉപയോഗിക്കാനാണ് സർക്കാർ തയ്യാറാവേണ്ടത്. ന്യൂസ് ഡെസ്ക് കൈരളി ന്യൂസ്.